അങ്ങനെ നയനയ്ക്ക് സുഖമില്ലാതാവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഡോക്ടറെ വിളിപ്പിച്ച് ആദർശ് ഇഞ്ചക്ഷനൊക്കെ എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ കഞ്ഞിയൊക്കെ വാരി കൊടുക്കുമ്പോൾ നയന അത് കുടിക്കുന്നൊക്കെയാണ് കേട്ടോ. അതിനുശേഷം താഴേക്ക് വന്നിരിക്കുമ്പോഴേക്കും ദേവയാനി ആദർശിനെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാ അവൾക്ക് ആവശ്യമായ കഞ്ഞിയൊക്കെ വാരി കൊടുക്കാൻ പോയത്, അവളുടെ അടവായതെല്ലാം എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം മുത്തശ്ശനും കൂടിയിട്ട് നമ്മുടെ ദേവയാനി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് പറയാണ് അവള് നല്ല ഉറക്കായിരുന്നു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് മുകളിലേക്ക് പോവാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച കൊണ്ട് ആദർശ് ഞെട്ടിപ്പോകുന്നു. നയന ബോധമില്ലാതെ തറയിൽ കിടക്കാണ്. നയന എന്ന് വിളിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ആദർശ് പെട്ടെന്ന് നയനെ ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. കട്ടിലോട്ട് കിടത്താണ്. ഈ ഒരു ബഹളം കേട്ടിട്ട് അങ്ങോട്ടേക്ക് അനിയും അതുപോലെ തന്നെ ദേവയാനി ബാക്കി എല്ലാവരും ഓടി വരുന്നുണ്ട്. എന്താ മോനെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അറിയില്ല, ഞാൻ വന്നപ്പോഴേക്കും നയന ബോധമില്ല തറയിൽ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ ഡോക്ടറെ ഒന്നുകൂടി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുമ്പോഴേക്കും അവൻ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ വരുന്നുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ തളിച്ച് നയനെ ഉണർത്തുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എന്താ സംഭവിച്ചെന്ന് അറിയില്ല, ഡോക്ടർ ഇപ്പൊ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ തറയിൽ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. നയന പറയാണ് എനിക്കിന്ന് ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേക്കണമെന്ന് തോന്നി, ഞാൻ എഴുന്നേറ്റ് പാടെ ഞാൻ തലയിറങ്ങി വീടായിരുന്നു പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, നമ്മുടെ മരുന്ന് കൊടുത്തതല്ലേ, അവള് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാ പനി ചെറുതായിട്ട് വിടുന്നതിന്റെ ലക്ഷണം കൊണ്ടും ഉണ്ടാവും, അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 2 ദിവസത്തേന് ആരുടെയെങ്കിലും സപ്പോർട്ടോടുകൂടി തന്നെ ബാത്റൂമിലേക്കൊക്കെ പോയാൽ മതി, നല്ല ക്ഷീണമുണ്ട് ശരീരത്തിന്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലാതെ ആരും ഒന്നും പേടിക്കാനില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എണീക്കുമ്പോൾ ചെറിയ തലകറക്കം പോലൊക്കെ തോന്നുന്നതാണ്, അതുകൊണ്ട് 2 ദിവസം ആരെങ്കിലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. സാരമില്ല, മുമ്പ് തന്നെ മരുന്നൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, ഞാനൊരു ട്രിപ്പ് കൂടി ഇടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരീരത്തിൽ നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ട്രിപ്പോടെ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ട്രിപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് കണ്ടില്ലേ, ഇത്രയ്ക്കും ക്രിട്ടിക്കലായിട്ട് ഇരുന്നിട്ടാ മുമ്പ് മോള് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോയി കിടന്നത് ഇഷ്ടമില്ല മുത്തശ്ശ, ഇവിടെ തന്നെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ് ശരിയാ, എ സിയില്ലാത്ത റൂമൊക്കെ ആയിരിക്കും, ഹോസ്പിറ്റലിൽ ചെന്നാലോ ഇവിടെയാകുമ്പോ പിന്നെ എ സിയിൽ സുഖിച്ച് കിടക്കാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എന്റെ അപ്പച്ചിക്ക് ഈ നുണയും കുതിയും പറയാതെ ഒന്ന് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇറങ്ങി പോയേക്കാന്ന് പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ് എല്ലാരും ഇറങ്ങി വാ, അവൾ ആദർശം പോലിരുന്നോളും, അവര് ഇച്ചിരി നേരം സംസാരിച്ചൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാരെയും വിളിച്ചിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് ദേവയാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ അവളെ സംസാരിക്കാൻ വേറെ പണിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി മുറുമുറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആദർശ് ചോദിക്കുകയാണ് എന്തിനായ തന്നെ എഴുന്നേറ്റ്, തലകറക്കം പോലെ തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നെ വിളിച്ചിടായിരുന്നോ, എന്തിനാ അല്ലാതെ എഴുന്നേറ്റ് പോയെന്നൊക്കെ ചോദിക്കുകയാണ്. എപ്പോഴും എങ്ങനെ ആദർശിനെ ബുദ്ധിമുട്ടിക്കുന്നത്, അത് ഓർത്തിട്ട് ഞാൻ പോയെന്ന് പറയാണ്. എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്, ഞാൻ വന്നപ്പോ നിലത്ത് കിടക്കുകയാണെന്ന് പറയാണ്. എന്തായാലും ആദർശിന് അപ്പൊ തന്നെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഞാൻ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് നയനെ കണ്ണു തുറന്ന് നോക്കുമ്പോ പാവം ആദർശ് ഞാൻ അടുത്ത് തന്നെ ഉറങ്ങാതെ ഞാനിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശിട്ടാ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല, സാരമില്ല നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. ഇല്ല ആദർശിട്ടാ, ആദർശിനോട് കിടന്ന് ഉറങ്ങിക്കോ, ഇനി ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ ആദർശിനെ വിളിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ നയനെ ശുശ്രൂഷയുണ്ട്. ആദർശ് നയനെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞത് ദേവയാനി നീ പോയിട്ട് ആദർശിനെ ഇങ്ങോട്ട് കഞ്ഞി കുടിക്കാൻ വിളിച്ചോണ്ട് വാ, എന്നിട്ട് നയനെ കൊള്ളത് മുറിയിൽ കൊണ്ടും കൊടുക്കാൻ പറയുമ്പോഴേക്കും ഞാൻ കൊണ്ട് കൊടുക്കാനോ മുത്തശ്ശ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ, നീ ഒന്ന് കൊടുത്താൽ എന്താ കുഴപ്പം, നീ അവളുടെ അമ്മായിമ്മയല്ലേ, നിന്നെ അവളെ കയറേണ്ട നീ തന്നെയാന്ന് പറയുമ്പോഴേക്കും അതിനോട് കനകമുണ്ടല്ലോ, അവളുടെ സ്വന്തം അമ്മയോട് നിപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് സാരമില്ല, അമ്മായിമ്മ കൊണ്ട് കൊടുത്താലും കഞ്ഞി കുടിക്കാൻ പറ്റും എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. അപ്പോഴേക്കും ദേവനെ കലിപ്പിച്ചു തുള്ളി അടുക്കളയിലേക്ക് പോയിട്ട് കഞ്ഞിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ദേവനോട് പറയുന്നുണ്ട് നീ ഇപ്പൊ ഇത് കൊണ്ടു കൊടുക്കാനൊന്നും പോകണ്ട, അവിടെ നീ പോയിട്ട് ആദർശിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വാ, എന്നിട്ട് ആദർശമൻ വാരി കൊടുത്തോളെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി ഓർക്കാണ് അത് വേണ്ട, നമ്മൾ ഒന്ന് കൊടുക്കാന്ന് ഓർത്തിട്ട് ദേവേനി പറയുന്നുണ്ട് വേണ്ടച്ച ഞാൻ വാരി കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന മുത്തശ്ശൻ പറയാണ്. എന്നിട്ട് ദേവേനി കഞ്ഞിയുമായിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിലേക്ക് പോകുമ്പോഴേക്കും കാണുന്ന കാഴ്ച നയനയുടെ ഒരു കയ്യിലേക്ക് ഇങ്ങനെ ആദർശം ഇങ്ങനെ ചാഞ്ഞു കിടക്കാണ്. നയന നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പൊ ആദർശം ഇങ്ങനെ അവളുടെ മുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ രീതിയിൽ കിടക്കുമ്പോഴേക്കും പെട്ടെന്ന് ദേവേനി കഥ അടച്ചിട്ട് വീണ്ടും ഡോറിലേക്ക് മുട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം പോയി കഥ തുറക്കുന്നുണ്ട്. അപ്പൊ താനൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദേവയാനി ഇത് നയനക്കുള്ള കഞ്ഞിയാ, ഞാൻ കോരി കൊടുത്തോളാം, നീ പോയി താഴെ പോയി ഫുഡ് കഴിക്കുന്നു പറയുമ്പോൾ സാരമില്ലമ്മേ നയനക്കുള്ളതല്ലേ, ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ദേവയാനി വേണ്ട, ഞാൻ കൊടുത്താലുള്ള കഞ്ഞിയൊക്കെ കുടിക്കുമല്ലോ, ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അമ്മ അതല്ല, അവൾ ഞാൻ നിർബന്ധിച്ചാലേ കുടിക്കുകയുള്ളൂ, രാത്രി ഒത്തിരി ടാബ്ലറ്റ് കഴിക്കാനുള്ളതാ, ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്.
അപ്പോഴേക്കും വേണ്ട, ഇനി മുത്തശ്ശൻ അറിഞ്ഞാൽ അത് മതി എന്നും പറഞ്ഞിട്ട് നീ താഴെ പോയി കഴിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അല്ല എനിക്കൊന്ന് കഞ്ഞി മതി അമ്മേ എന്ന് പറയുമ്പോഴേക്കും ഓ ഭാര്യ കഞ്ഞി കുടിച്ചാല് നീയും കഞ്ഞിയെ കുടിക്കുള്ളായിരിക്കും അല്ലേ, നിനക്ക് മറ്റൊന്നും ഇവിടെ ഇറങ്ങുകയല്ലായിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവേനി പറയുമ്പോൾ അമ്മ അതുകൊണ്ടൊന്നും അല്ല, ഞാൻ ഇവക്ക് കോരിക്കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, താഴെ പോയാൽ നിന്റെ മുത്തശ്ശന്റെ വായിന് ഞാൻ കേൾക്കേണ്ടി വരും, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കെന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, അമ്മ വായത്തുന്നോളം ആദർശിട്ട എനിക്കിപ്പോ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ കുടിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോകുന്നില്ല, നീ കഞ്ഞി കുടിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് ദേവേനി പറയാണ്. അങ്ങനെ ആദർശും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കാണ്, അല്ല ദേവേനി എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പം അല്ല താഴേക്ക് വന്ന മുത്തശ്ശൻ വഴക്ക് പറയും, അതുകൊണ്ട് വാരി കൊടുത്താളെന്ന് പറഞ്ഞ അമ്മ നിർബന്ധിച്ച് അവിടെ നിൽക്കുക, എന്നെ ഇറക്കി വിട്ടെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ ആദർശേ, അവൾക്ക് ഇപ്പം നയനോട് കുറച്ചൊക്കെ സ്നേഹമുണ്ട്, പക്ഷെ അവളുടെ വാശിയും ദുർവാശിയൊന്നും അതിന് സമ്മതിക്കുന്നില്ല, അവളുടെ ഹെഡ് വെയിറ്റും അതിന് സമ്മതിക്കുന്നില്ല. കുറച്ചൊക്കെ അവർ തമ്മിൽ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടെ എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണെന്ന് ആദർശ് പറയാണ്. അങ്ങനെ ദേവയാനി നയനെ അടുത്തൊക്കെ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് ഇന്നാ കഞ്ഞി കുടിക്കുന്നു പറയുമ്പോഴേക്ക് നയനെ പറയുന്നുണ്ട്, അമ്മ ഇനി തന്നാ മതി, ഞാൻ വാരി കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. നിന്റെ വലത്തെ കൈ തന്നെയല്ലേ ട്രിപ്പ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിനക്ക് വാരി തന്നോളാം എന്ന് പറയാണ്. അമ്മ സാരമില്ല, സ്പൂൺ ഉണ്ടല്ലോ, ഞാൻ മറ്റേ കൈ കൊണ്ട് കുടിച്ചോളാം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയ്ക്ക് വാരി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ദേവയുടെ മനസ്സിലേക്ക് വരികയാണ് ചെറുപ്പത്തിലെ ആദർശിന് വയ്യാതെ കിടന്ന സമയത്ത് ദേവൻ ഇങ്ങനെ വാരി കഞ്ഞി വന്ന കാര്യമൊക്കെ ദേവനക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഈ സമയത്ത് നയനയ്ക്ക് ഓർമ്മ വരുന്നത് കനകം ചെറുപ്പത്തിൽ അവർക്ക് വാരി കൊടുത്തൊക്കെ ഓർമ്മ വരികയാണ്. അപ്പോഴൊക്കെ നയന പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു, ഞാൻ വയ്യാതെ കിടക്കുമ്പോഴൊക്കെ എനിക്കൊന്ന് കഞ്ഞിയൊക്കെ വാർത്തതായിരുന്നു, ഞങ്ങൾ 3 മക്കൾക്ക് എന്റെ അമ്മ അങ്ങനെയായിരുന്നു പറയുമ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ, ഞാൻ എന്റെ ആദർശമോനൊക്കെ അങ്ങനെ തന്നെയാ കൊടുത്തോണ്ടിരുന്നെന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്നേഹ അമ്മ എനിക്കിപ്പോ അമ്മ വാർത്തനുമ്പം എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഈ കൈ കൊണ്ട് ഈ കഞ്ഞി കുടിക്കാൻ പറ്റിയല്ലോ, എന്റെ വലിയൊരു ഭാഗ്യം അത്. എന്തായാലും എന്റെ അമ്മ എനിക്ക് വാർത്തുന്നല്ലോ, എനിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷം വേറെ ഒന്നുമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പതിയെ ദേവിനെ ആർത്തണക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ദേവാനി കഞ്ഞി വാരി കൊടുക്കുന്നുണ്ട്. നയന മതി അമ്മേ, എനിക്ക് വിശപ്പൊന്നുമില്ലെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, രാത്രി ഒരുപാട് ഗുളികയുണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത് മൊത്തം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് ദേവേനി വാരി വാരി കൊടുക്കുന്നുണ്ട്. അപ്പൊ നയനയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്ന കാണുമ്പോഴേക്കും നയനയ്ക്ക് ഇത് ഭയങ്കര ഒരു സന്തോഷമാകുന്നുണ്ട്. നയന ദേവേനെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവള് നോക്കുന്നതും ഇവളുടെയൊക്കെ ഭയങ്കര സന്തോഷം എന്നുള്ളതൊക്കെ ദേവേനെ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവേനി കഞ്ഞിയൊക്കെ കുടിച്ചു വരുമ്പോഴേക്കും പതിയെ അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും നയനോട് പറയാണ്, മിണ്ടാതെ കിടന്നോ, എന്നിട്ട് ടോയ്ലറ്റിലൊന്നും പോകാൻ നോക്കണ്ട, ഞാൻ അതുകൊണ്ട് താഴെ വെച്ചിട്ട് വരാന്ന് പറയുമ്പോൾ ആവശ്യം കയറി വന്നോളൂ അമ്മ ഇനി പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ കഞ്ഞിയുമായിട്ട് ദേവേനി താഴേക്ക് കഞ്ഞിയുടെ പാത്രമൊക്കെ ആയിട്ട് ദേവേനി താഴേക്ക് ചെല്ലുമ്പോൾ മരുമോക്ക് കഞ്ഞിയൊക്കെ കൊടുത്തോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. കൊടുത്തു, അവള് മുഴുവനും കുടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താ നിന്റെ മരുമോൾ എന്ത് പറയുന്നു, കുറവുണ്ടെന്ന് ചോദിക്കുമ്പോ അവക്കിപ്പോ ഇച്ചിരി ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവേനി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, കണ്ടില്ലേ നല്ലൊരു മാറ്റം, അവൾക്ക് ഇപ്പൊ തന്നെ ഇല്ലേ, ഇതുപോലെ കുറച്ച് ട്രീറ്റ്മെന്റ് കൊടുത്താല് ദേവേനി നേരെ ആയിക്കൊള്ളുമെന്ന് മുത്തശ്ശൻ കളിയാക്കി പറഞ്ഞു കേട്ടോ.